പിന്നെ ഇന്നൊരു പ്രണയകഥ പറഞ്ഞാലോ? നിങ്ങൾ എപ്പോഴെങ്കിലും ആരെയെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? അല്ല, നിങ്ങളെ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഇത് രണ്ടും ഒന്നല്ലേ? ബന്ധങ്ങളുടെ സ്നേഹങ്ങളുടെ ഇഴയെടുപ്പം കൊണ്ട് നിങ്ങളുടെ സൗഹൃദത്തെ പ്രണയമെന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ? ഇതൊക്കെ കടന്നുപോയ മനുഷ്യരാണോ നിങ്ങൾ? ഞാനെന്താ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് വിചാരിക്കും അല്ലേ? മറ്റൊന്നുമല്ല, ഈ അനുഭൂതികളൊക്കെ അറിയാൻ തൻ്റെ പ്രണയിനിയെ കൂട്ടി കൈപിടിച്ച് പ്രണയത്തിൻ്റെ രസം നുകരാൻ വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകത്തെപ്പറ്റി പറയാട്ടോ. പ്രവത ബുക്സിൻ്റെ പ്രണയോത്സവം നോവൽ പുരസ്കാരത്തിൽ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ ഒരു പുസ്തകം. എന്നിൽ നീ എഴുതിയത് നമ്മുടെ നാട്ടുകാരി തന്നെയായ രമ്യ രതീഷാണ്. സ്നേഹത്തോടെ വായിക്കാൻ ഏറെ ഇഷ്ടത്തോടെ കൊടുത്തയച്ച പുസ്തകം. എഴുത്തുകാരിയുടെ ഈ പുസ്തകത്തിൽ അടുക്കി വെച്ചിരിക്കുന്ന അക്ഷരങ്ങളുടെ മാന്ത്രികതയൊന്നുകൊണ്ട് മാത്രം വായിച്ചാൽ കണ്ണെടുക്കാൻ പറ്റാത്ത വിധം കണ്ണുടക്കി പോകുന്ന ഒരു പുസ്തകമാണ് ഇതെന്ന് പറയാതെ വയ്യ. നിധാര എന്ന അധ്യാപിക ഒരിക്കലും കാണാത്ത തൻ്റെ പ്രണയത്തെ തേടിയുള്ള അവളുടെ യാത്രയിൽ അവളേക്കാൾ മുന്നേ നമ്മൾ നടന്നു പോകും. അവൾ കാണുന്ന കാഴ്ചകളൊക്കെയും നമ്മുടെ കൺമുന്നിലാണ് മിന്നിമറിയുന്നത്. അത്ര മനോഹരമായി പ്രണയത്തെ ആവിഷ്കരിച്ച ഒരു പുസ്തകം അടുത്ത കാലത്തൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ഇത് കേവലം ഒരു പ്രണയകാവ്യം മാത്രമല്ല, മറിച്ച് ബന്ധങ്ങളുടെ സ്നേഹത്തിൻ്റെ ആഴം അത്രയും പറഞ്ഞു പോകുന്ന ഒരു പുസ്തകമാണ്. ഹർഷിയും രഞ്ജുവും സോനയും ദർശനും സ്റ്റെല്ലയുമെല്ലാം നമുക്ക് ചുറ്റുമുള്ള ഇന്നത്തെ ചെറുപ്പത്തിൻ്റെ പ്രണയവും വിരഹവും സ്വപ്നവും വിഹ്വലതകളും പേടിയും എല്ലാം തന്നെ നമ്മളിലേക്ക് എത്തിക്കുന്ന ഓരോ മനുഷ്യരാണ്. എഴുത്തിൻ്റെ ഭാഷയും ചെറുപ്പത്തിൻ്റെ ഭാഷ തന്നെ. അതുകൊണ്ട് വായിച്ചു പോവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നായികന്മാർ ഹർഷിയും നിതാരയുമാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. പക്ഷേ അവസാന നിമിഷം വരെ നായകനെ മറയത്ത് നിർത്താൻ കഥാകാരിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് എന്നിലുണ്ടാക്കിയ ഏറ്റവും വലിയ സന്തോഷമാണ്. ഹർഷിക്ക് നിതാരയെ കിട്ടാത്തതിൽ വേദനിക്കുന്ന വായനക്കാരുണ്ടാവാം. പക്ഷേ എന്നോ ഞാൻ ആഗ്രഹിച്ചതുപോലെ നായകൻ മറ്റൊരാളാണെന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ടോ എനിക്ക് സാധിച്ചിരുന്നു. ഹർഷിക്കൊപ്പം രഞ്ജുവും സോനയും നിതാരയും കോയമ്പത്തൂരേക്ക് തീവണ്ടി കയറുമ്പോൾ അവരെക്കാൾ മുന്നേ ആ ജനാല ചില്ലിനരികെ നമ്മളും പോയിരിക്കുന്നുണ്ട്. നിതാര ദിവസവും തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു ചിത്രം വരച്ചിടും. ഓരോ ദിവസവും ഓരോ ചിത്രങ്ങളാണെങ്കിലും അതിൻ്റെ പാതി മാത്രമേ അവൾ വരച്ചിരുന്നുള്ളൂ. തൻ്റെ ചിത്രങ്ങളെ പൂർണ്ണതയിൽ എത്തിക്കാൻ എന്നെങ്കിലും ഒരാൾ കടന്നു വരുമെന്ന് അവൾ അഗാധമായി വിശ്വസിച്ചു. അങ്ങനെ ഒരിക്കൽ ഒരാൾ തൻ്റെ ചിത്രങ്ങൾ പൂർണ്ണമാക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും കാണാത്ത തൻ്റെ പ്രണയത്തെ തേടി അവൾ ബഹ്റൈനിലേക്ക് വിമാനം കയറുന്നു. ആ കൊച്ചു രാജ്യത്തെ വിമാനത്താവളത്തിൽ അവൾ ഇറങ്ങുമ്പോൾ കൂടെ ലഗേജ് പിടിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. അവിടുത്തെ കെട്ടിടങ്ങളും നിലാവുള്ള രാത്രിയും മണലാരണ്യങ്ങളും എണ്ണപ്പാടങ്ങളും പൊടിക്കാറ്റുമെല്ലാം നമ്മളെ സ്പർശിച്ചുകൊണ്ട് കടന്നു പോകും. ട്രീ ഓഫ് ലൈഫ് എന്ന മരുഭൂമിയിലെ അത്ഭുതമായ 500 വർഷം പഴക്കമുള്ള ആ മരത്തിൻ്റെ തണലിൽ അവരെത്തുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടുകൂട്ടിയ പക്ഷികളുടെ ശബ്ദം നമുക്ക് കൂടി കേൾക്കാൻ സാധിക്കും. പറഞ്ഞു വരുന്നത്, അത്രയേറെ മനോഹരമായ ഭാഷയിൽ രമ്യ രതീഷ് ഈ പുസ്തകത്തെ എഴുതി വച്ചിട്ടുണ്ട്. ഓരോ പേജ് വായിച്ചു തീരുമ്പോഴും ഈ പുസ്തകം തീർന്നു പോവല്ലേ എന്നൊരാഗ്രഹം ഉള്ളിൽ തോന്നിയ ഒരു പുസ്തകം. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും വായിക്കണം. പ്രവത ബുക്സിൻ്റെ രമ്യ രതീഷ് എഴുതിയ എന്നിൽ നീ എന്ന ഈ മനോഹരമായ പുസ്തകം.